ഇനിയും വേണ്ടത് സർക്കാരിൻ്റെ നടപടിയാണ്. എന്ത് ഇടപെടൽ നടത്താൻ സാധിക്കും ഈ LDF സർക്കാരിന്? അല്ല, എനിക്ക് ഇതിനകത്ത് മറുപടി പറയാൻ കഴിയുന്നത് യുവജന കമ്മീഷൻ ഏത് തരത്തിൽ ഇതിനകത്ത് ഇടപെടാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചാണ്. തീർച്ചയായും നേഴ്സുമാർ ഉന്നയിക്കുന്ന വിഷയം വളരെ ഗൗരവമേറിയതാണ്, ഗുരുതരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. ഇവിടെ ഇപ്പോൾ മിനിമം വേജസിനെ കുറിച്ച് മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ. അതിനു മുമ്പ് ഇവരുടെ സമയക്രമത്തെ സംബന്ധിച്ച് 6-6-12 എന്ന തരത്തിലേക്ക് അവരുടെ സമയം ക്രമീകരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അവർക്ക് നന്നായി പോകാൻ കഴിയും എന്നുള്ള നിർദ്ദേശങ്ങൾ ഇതിനു മുമ്പ് തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ഞങ്ങൾ ഈ കമ്മിറ്റിയിൽ വളരെ ശക്തമായി ഞങ്ങൾ മുന്നോട്ട് വെച്ച് ഈ ട്രെയിനിങ് സമ്പ്രദായം അവസാനിപ്പിക്കുന്നതാണ്. എങ്കിൽ മാത്രമേ നഴ്സുമാർക്ക് നീതി കിട്ടത്തുള്ളൂ. ഈ പറഞ്ഞ മിനിമം വേതനമെങ്കിലും കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ കേരളത്തിലെ എനിക്ക് തോന്നുന്ന 50% ആശുപത്രി നിലവിൽ മിനിമം വേതനം കിട്ടുന്നില്ല. ഈ നഗരങ്ങളിലുള്ള പ്രമുഖ ആശുപത്രികൾ ഒഴിച്ചു കഴിഞ്ഞാൽ ചെറിയ ആശുപത്രികളൊന്നും ഈ പറഞ്ഞ മിനിമം വേതനം കൊടുക്കുന്നില്ല. ഒരു കൺസോളിഡേറ്റഡ് പേ ആണ് അവിടേക്ക് കൊടുക്കുന്നത്, 8,000, 9,000. ഇപ്പം ഞാൻ തെളിവെടുപ്പ് സമിതിയുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിൽ പോയപ്പം അവിടുന്ന് ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് പ്രതിനിധി വന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആശുപത്രിയിൽ നിലവിൽ 7,000 രൂപ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അടുത്ത 5 വർഷത്തേക്ക് ഇത് വർദ്ധിപ്പിക്കേണ്ടതില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. കാരണം അത് മതി എന്നാണ് പുള്ളിക്കാരൻ്റെ അഭിപ്രായം. വൈദികനാണ്, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റാണ്, ചാരിറ്റിയുടെ പേരിൽ സ്ഥാപനം നടത്തുന്നു. അപ്പോൾ ചാരിറ്റിയുടെ പേരിൽ സ്ഥാപനം നടത്തുമ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ശമ്പളം വേണ്ട. അവർ ഞങ്ങളാരും ചാരിറ്റിക്ക് വേണ്ടിയിട്ടല്ല അവരുടെ സ്ഥാപനങ്ങളിൽ പോകുന്നത്. ഞങ്ങൾ പോകുന്ന ഒരു തൊഴിലിനായിട്ട് ചെല്ലുമ്പോൾ അതിന് നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് രോഗികളോടും അവർ ചാരിറ്റിയാണോ കാണിക്കുന്നത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 90% പേരും ചാരിറ്റി അല്ല കാണിക്കുന്നത്. ഒരു പെൺകുട്ടി എറണാകുളത്തെ പ്രമുഖ ആശുപത്രിയിൽ ഇൻ്റർവ്യൂവിന് വന്നു. വിവാഹിതയാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അടുത്ത 1 വർഷത്തേക്ക് ഗർഭിണിയാകരുതെന്ന് പറഞ്ഞു. ഒരു മാനേജ്മെൻറ്റ്, അതൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ഇൻ്റർവ്യൂ നടത്തിയ ഒരു കന്യാസ്ത്രീയാണ്. ഈ രീതിയിലുള്ള നടപടികളൊക്കെ നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്നുണ്ട്. നേരത്തെ ഇദ്ദേഹം പറയുണ്ടായി സർക്കാർ ഒരു സഹായവും കൊടുക്കുന്നില്ല ആശുപത്രികൾക്കെന്ന്. രണ്ടാമത്തെ വിഷയം, സ്വകാര്യ ആശുപത്രികൾ നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അത്ര വലിയൊരു പ്രയാസമുള്ള ജോലി ഇവരെ ഏൽപ്പിക്കുന്ന എന്തിനാണ്? സർക്കാരിന് ഈ പബ്ലിക് ഹെൽത്ത് സെൻ്ററുകൾ കൂടുതലായിട്ട് തുടങ്ങിയാൽ മതിയല്ലോ. കാരണം ഇത് ഒരു മനുഷ്യൻ്റെ അസുഖത്തിൻ്റെ കാര്യമാണ്, അല്ലാതെ നമ്മൾ പോത്ത് കച്ചവടമല്ല നടത്തുന്നത്. സർക്കാർ സഹായിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അടിസ്ഥാന രഹിതമല്ലയോ? മാലിന്യം നീക്കാത്തതുകൊണ്ടല്ലയോ പനി കൂടിക്കൊണ്ടിരിക്കുന്നത്? അത് അതിൻ്റെ ഗുണഭോക്താക്കൾ ഇവർ തന്നെയല്ലേ. അന്നേരം പിന്നെ സർക്കാർ സഹായിക്കുന്നില്ലേ എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. ഞാൻ ചോദിക്കട്ടെ, ഡോക്ടർമാർക്ക് ശമ്പളം വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് തടസ്സമൊന്നുമില്ലല്ലോ? തടസ്സമില്ലല്ലോ. പിന്നെ ഞാൻ ആർക്കും അല്ല ഞാൻ ഇടയ്ക്ക് കയറി പറയണ്ട. ഞാൻ പറഞ്ഞ് ഇവിടെ പല ചോദ്യങ്ങൾ ചോദിച്ചു. മാർഷൽ ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യം ചോദിച്ചു, ഇവർ മനസ്സിലാക്കണ്ടേ? ഒരു ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ ഡോക്ടർ വന്ന് നോക്കി പോയി കഴിഞ്ഞാൽ പിന്നെ ആരായി ഹെൽത്ത് കെയർ നടത്തുന്നത്? ബാക്കി എല്ലാ കാര്യവും നടത്തുന്ന നേഴ്സസ് അല്ലേ? അവർക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് അല്ലേ? പിന്നെ എന്തിനാ ഈ ഡിസ്ക്രിമിനേഷൻ? ഇവർ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് വരുന്നവർക്ക് നിവൃത്തിയില്ലാതെ പഠിച്ചു വന്നു, അവർക്കൊരു സംഘടിത ശക്തിയില്ല, എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി, എങ്ങനെയെങ്കിലും ബാങ്കിൻ്റെ തിരിച്ചടയ്ക്കണം എന്ന സാഹചര്യം മുതലെടുത്തുകൊണ്ട് കാലാകാലങ്ങളിലായി മുതലെടുക്കുന്നു. എക്സസ് സപ്ലൈ മോർ ദൻ ഡിമാൻഡ് ഉണ്ടായതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ പ്രയോജനം ഉണ്ടാക്കി. പക്ഷേ ഇപ്പോൾ അത് മാറണമെന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. നേഴ്സിങ്ങിൻ്റെ ഞാൻ ഒരു വിഭാഗം ജീവനക്കാരുടെയും ശമ്പളം വർദ്ധിപ്പിക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല, കാലാകാലങ്ങളിൽ വർദ്ധിപ്പിക്കണം. പക്ഷേ നേഴ്സിംഗ് വിഭാഗത്തിന് പ്രത്യേക പരിഗണന അർഹതയുണ്ട്. അവിടെ മറ്റ് ട്രേഡ് യൂണിയനുകൾ നേഴ്സിംഗ് ഇതര നോൺ മെഡിക്കൽ സ്റ്റാഫിൻ്റെ ശമ്പളവും തത്തുല്യമായി വർദ്ധിപ്പിക്കണം എന്ന നിലപാടെടുക്കുമ്പോൾ ഈ വിഭാഗത്തിൻ്റെ വിഷയങ്ങൾ പരിഹരിക്കാൻ സാധ്യമല്ലാതെ വരും. ഡോക്ടേഴ്സിനെ ഞങ്ങൾക്ക് പരിപാലിച്ചേ നോക്കൂ. ഇന്നൊരു ഡോക്ടർ ഇവരെ പരിപാലിക്കണ്ടേ? ആശുപത്രി ഇല്ല, എന്നല്ല പറഞ്ഞത്. ഇവരെ പരിപാലിക്കാന്ന് പറഞ്ഞാൽ ഡോക്ടർ വന്ന് പ്രിസ്ക്രിപ്ഷൻ എഴുതിയാലേ ഇവർക്ക് ചെയ്യാൻ നോക്കൂ. ഇല്ല, ഞാൻ പറയട്ടെ, ഡോക്ടർ വന്ന് പ്രിസ്ക്രിപ്ഷൻ എഴുതി കഴിഞ്ഞാൽ എല്ലാം ചെയ്യുന്നത് ഇവരാണ്, ഇവർ തന്നെയാണ്. ഇവരില്ലെങ്കിൽ ഡോക്ടർ തന്നെ ചെയ്യുമോ? അതൊക്കെ എന്താ ഇവരില്ലെങ്കിൽ ഡോക്ടർ തന്നെ ആ കാര്യമൊക്കെ ചെയ്യുമോ? ഈ പരിഗണന ഉണ്ട് എങ്കിൽ ഈ ഒരു വ്യത്യാസം നിങ്ങൾ ജോലിയുടെ നൈപുണ്യം അനുസരിച്ചുകൊണ്ടാണ് അർഹമായിട്ടുള്ള വേതനത്തിൽ വർധനവ് നിങ്ങൾ വരുത്തുന്നതെങ്കിൽ പിന്നെ എന്തിന് നേഴ്സുമാർ, നേരത്തെ അദ്ദേഹം ചോദിച്ച പോലെ ഇതിൻ്റെ ഇതര തൊഴിലാളികളുടെ കൂടെ കൂട്ടിയിട്ട് ഇത് കൂട്ടൂ എന്ന് പറയുന്ന ഒരു നിർബന്ധം അങ്ങ് നേരത്തെ പറഞ്ഞു. അതിന് പകരമായിട്ട് അവരുടെ ആവശ്യം ന്യായമാണെന്ന് കണ്ടാൽ അത് കൂട്ടിക്കൊടുത്ത പോലെ. പിന്നെ രണ്ടാമത് ചെറിയ ചെറിയ ആശുപത്രികളെ ഉയർത്തി കാണിച്ചുകൊണ്ട് അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് യഥാർത്ഥ പ്രശ്നത്തിൽ നമ്മൾ പിന്നോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. ഇവിടുത്തെ ആശുപത്രികൾ കൂണുപോലെ മുളച്ചിട്ടേ ഉള്ളൂ. ഏതെങ്കിലും ആശുപത്രികൾ നഷ്ടത്തിലേക്ക് വന്ന് അടച്ചുപൂട്ടിപ്പോയിട്ടുണ്ടോ? നമ്മൾ കാണുന്ന എല്ലാം ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലാകുകയാണ്. ഏതെങ്കിലും ആശുപത്രിയിൽ ഞങ്ങൾ ലാഭത്തിലായി അതുകൊണ്ട് OPയുടെ കാശ് കുറച്ചേക്കാം എന്ന് ഏതെങ്കിലും ആശുപത്രിയിൽ
KPHയുടെ ഏതെങ്കിലും ആശുപത്രിയിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. എത്ര ആശുപത്രി നിങ്ങൾ പറഞ്ഞല്ലോ ഇന്നൊരു ആശുപത്രിയിൽ ഞാനൊന്ന് പറയട്ടെ. ഒരു ആശുപത്രി ഇന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു പെട്ടെന്ന് ഈ പൈസ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പറഞ്ഞതിൽ സാങ്കേതികമായ തെറ്റുകളുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കുക. അതായത് എങ്ങനെയാണ് ഈ പൈസ വരുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. എനിക്കൊരു പനിയായിട്ട് വന്നാൽ ഞാൻ എല്ലാവിധ ടെസ്റ്റുകൾക്കും വിധേയനാകും. അങ്ങനെയാണ് ആശുപത്രി. അത് വേണമല്ല അത് വേണമല്ലോ. അത് ഞാൻ നിഷേധിക്കുന്നില്ല. ഒരു പനി വന്നാൽ ഏത് ഐറ്റം പനി എന്താണ് എന്ന് വിശദമായി പരിശോധിക്കുന്നതിന്റെ ആവശ്യം തന്നെ. നമ്മളെ സുപ്രീം കോടതി ഓർഡർ വന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് എല്ലാ ഹോസ്പിറ്റലുകളിലും OP ചാർജ്, കൺസൾട്ടേഷൻ, ഇഞ്ചക്ഷൻ്റെ എല്ലാം കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് അവരിപ്പം പറയുന്ന നഷ്ടമെന്നാണ്. ഈ കുട്ടികൾക്ക് ഇവർ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ അവരുടെ ഫീസിന്റെ കാര്യമുണ്ട്. രണ്ടാമത് അവരുടെ ശമ്പളം അത് എത്രയായിരിക്കണം? നമ്മുടെ ആശുപത്രിയുടെ കണക്കുകൾ വെച്ച് പറയുവാണെങ്കിൽ ന്യായമായത് എത്രയായിരിക്കണം? അത് കൊടുക്കാനുള്ള ബാധ്യതയും ആശുപത്രിക്കില്ലേ? ഞാൻ പറയാം. ഇവിടെ നമുക്ക് 3 ടൈപ്പ് ആൾക്കാരാണ് വരുന്നത്. നഴ്സുമാർ ജോലിക്ക് വരുന്നത്. ഒന്ന് ഗവൺമെൻറ് സെക്ടറിൽ പഠിച്ചവർ, രണ്ടാമത് നല്ല പ്രൈവറ്റ് സെക്ടറിൽ പഠിച്ചവർ, നല്ല ഹോസ്പിറ്റൽസിൽ പഠിച്ചവർ, മൂന്നാമത്തെ വളരെ മോശമായിട്ടുള്ളവർ പഠിച്ചവർ, പിന്നെ പുറത്തു പോയി പഠിച്ചവർ. ഈ ബാംഗ്ലൂരൊക്കെ പോയിട്ട് ആശുപത്രി കാണാതെ കുറച്ച് പൈസയും കൊടുത്ത് പഠിച്ചവരാണ്. പക്ഷേ ഇതിലൊരു ക്വാളിറ്റി തിരിച്ച് കുറച്ച് പേരൊക്കെ ഒബ്സർവറായിട്ടും കുറച്ച് പേരൊക്കെ ട്രെയിനി ആയിട്ടും തന്നെ എടുക്കണം. നമ്മളിപ്പോഴും ചർച്ച ചെയ്യുന്നത് മിനിമം വേസിനെ കുറിച്ചാണ്. സാർ അവിടെ പറഞ്ഞ ഫെയർ വേസ് ആൻഡ് ലിവിംഗ് വേസ്, അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറയുന്ന കാര്യമാണ്. ഫെയർ വേസ് അല്ലെങ്കിൽ ലിവിംഗ് വേസ് കൊടുക്കണമെന്നാണ്. ഇതിനെക്കുറിച്ചൊന്നും ഞങ്ങളുടെ കഷ്ടപ്പാട് കൊണ്ട് ഇത് എങ്ങനെയെങ്കിലും ഉള്ളത് മേടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ലിവിംഗ് വേജസിലേക്കാണ്. ഞാൻ ഇനി ഇതിൻ്റെ ഒരു മറുവശം അങ്ങോട്ട് ചോദിക്കുകയാണ്. അതായത് എന്തുകൊണ്ടാണ് നേഴ്സുമാരുടെയും അധ്യാപകരുടെയും ഒക്കെ വില ഇടിഞ്ഞത്? ആദ്യകാലങ്ങളിൽ, അതായത് ഒരു 90 കാലഘട്ടം കഴിയുന്ന സമയത്താണ് മിഷണറീസ് കേരളത്തിലേക്ക് നഴ്സിംഗ് എന്ന് പറഞ്ഞതിൽ നഴ്സിംഗ് സ്കൂളുകൾ തുടങ്ങുന്നത്. ആ സമയത്ത് ഈ മിഷണറി അല്ലെങ്കിൽ അവർ ഈ ചാരിറ്റി എന്താണെന്ന് പഠിപ്പിച്ചാണ് ഇങ്ങനെ കുറേ ഇത് കൊണ്ടുവന്നത്. 2002 എന്ത് സംഭവിച്ചു? നമ്മുടെ സ്വകാര്യ മേഖലയിലേക്ക് പ്രൊഫഷണൽ കോളേജുകൾ ഗവൺമെൻറ് അനുവദിച്ചു തുടങ്ങി. ആ സമയത്താണ് ഇതിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങുന്നത്. കാരണം ഡിമാൻഡ് കുറയുകയും എക്സസ് ആവുകയും സപ്ലൈ ആയി. കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നമ്മുടെ സ്റ്റെന്റിന്റെ വില കുറച്ചു. എത്ര പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആ സ്റ്റെന്റിന്റെ വില അനുസരിച്ച് നമ്മുടെ കാർഡിയാക് ഇപ്പോൾ ഒരു PTC ഒക്കെ ചെയ്യുവാണെങ്കിൽ അവർ ആ ഇല്ല സ്റ്റെന്റിന്റെ വില കുറയ്ക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കാത്ത് ലാബ് ചാർജസ്, പ്രൊസീജിയർ ചാർജസ്, OT ചാർജസ് എല്ലാം പഴയ പോലെ തന്നെ അവർ ഡബിൾ ആയിട്ട് കൂട്ടിയിരിക്കുവാണ്. പക്ഷേ ഹോസ്പിറ്റലിന് ഇപ്പോഴും സ്റ്റെന്റ് കിട്ടുന്നത് സർക്കാർ പറഞ്ഞ വിലയ്ക്ക് അനുസരിച്ചാണ്. പക്ഷെ ഇവർ ഒരിക്കലും ആ വിലയ്ക്ക് അനുസരിച്ചല്ല രോഗിക്ക് ചാർജ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കാനുള്ള കേരളത്തിലെ നഴ്സുമാർ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവിടുത്തെ പല ആശുപത്രി ബോധന്മാരുടെ മുഖം ഇവിടെ പോയി. എനിക്ക് തിരിച്ചു ചോദിക്കാൻ ഒരു കാര്യമുണ്ട്. ഞാൻ സിബിയോട് ചോദിക്കാൻ വേറെ കാര്യമുണ്ട്. അപ്പോ ഈ പൊതുജനങ്ങളെ കൊള്ളയടിക്കുന്നതിന് ഇവിടുത്തെ നേഴ്സുമാർ ഇവിടുത്തെ നേഴ്സുമാർ ആശുപത്രി ബില്ലുകൾ, നമ്മൾ സ്വകാര്യ ആശുപത്രി ബില്ലുകൾ എടുത്താൽ മതി. ഇപ്പൊ പനി വന്ന സമയത്ത് പല സ്വകാര്യ ആശുപത്രി ബില്ലുകൾ, അതിനകത്ത് നേഴ്സ് കെയറിനൊക്കെ വലിയ തുകയാണ്. ഒരു നേഴ്സ് എപ്പോഴും നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ മാസ്റ്റർ, ഇവർ ഈ നഴ്സിംഗ് കെയർ എന്ന് പറഞ്ഞു മേടിക്കുന്നത് കേരളത്തിലെ ആശുപത്രികൾ 300 മുതൽ 3000 രൂപ വരെ നഴ്സിംഗ് കെയർ മേടിക്കുന്നുണ്ട്. 22 hours ഞങ്ങൾ ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റാഫിനും കൊടുക്കുന്ന അതേ സാലറി, പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ അവർ പറയുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നൈറ്റ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഡേ നിൽക്കുമ്പം ഞങ്ങൾക്ക് ഓവർ ടൈം തരുന്നു എന്നാണ് പറയുന്നത്. ഈ ഓവർ ടൈം എന്ന് പറയുന്നത് ഒരു കേസിന് 100 രൂപ, അത് 50 രൂപയായിരുന്നു. അതിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് സംസാരിച്ച് 75 രൂപയാക്കി, ഇപ്പോൾ 100 രൂപയാക്കി മാറ്റിയിട്ടുണ്ട്. ആ 100 രൂപ 5 മിനിറ്റുള്ള ഒരു സർജറി ആണെങ്കിലും 5 മണിക്കൂറുള്ള ഒരു സർജറി ആണെങ്കിലും, ഞാൻ 8 മണിക്കൂർ വരെ ഒരു സർജറിക്ക് നിന്നിട്ടുണ്ട്. 5 മിനിറ്റ് ആണെങ്കിലും 5 മണിക്കൂറാണെങ്കിലും ഞങ്ങൾക്ക് കിട്ടുന്ന വേതനം വെറും 100 രൂപ. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ 2 കേസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ 200 രൂപ ഞങ്ങൾക്ക് വേതനം കിട്ടുന്നു. രാവിലത്തെ ഫുഡ്, ഉച്ചയ്ക്കത്തെ ഫുഡ്, ചായ, ഇതൊന്നും ഞങ്ങൾക്ക് ഒരു ചായ പോലും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഞങ്ങളുടെ കയ്യിൽ നിന്നും കൂടെ 100 രൂപ ചിലവാക്കിയാണ് ഞങ്ങൾ ഈ ജോലി എടുത്തിട്ട് ഇങ്ങനെ ജീവിക്കുന്നത്. എല്ലാ ഹോസ്പിറ്റലിലും റെസ്യൂം കൊണ്ട് കടന്ന് മടുത്തു. ഈ KNC അണ്ടറിൽ ജനറൽ നഴ്സിംഗിന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ലക്ഷക്കണക്കിന് രൂപ ഡൊണേഷൻ കൊടുത്ത് 2005 പഠിക്കാൻ കയറിയവനാണ് ഞാൻ. അന്ന് പഠിച്ചിറങ്ങി, അത് കഴിഞ്ഞ് പോസ്റ്റ് PSC എടുത്ത്, അത് കഴിഞ്ഞ് ഒരു പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടുത്തെ ചൂഷണം ഇതിനെക്കാട്ടി അപ്പുറമാണ്. ഇപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി വേറൊരു സ്ഥലത്ത് ജോലി അന്വേഷിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് പുറത്ത് വയ്ക്കൂടെ? എന്തിനാണ് നമ്മൾക്ക് ഈ നാട്ടിൽ ജീവിക്കരുത്? നേഴ്സുമാർ ഈ നാട്ടിൽ ജീവിക്കരുത്. അതായത് 5 or 6 കൊല്ലം എക്സ്പീരിയൻസ് കഴിഞ്ഞൊരു നേഴ്സ് വിദേശത്ത് പോയില്ലെങ്കിൽ അവൾ എന്തോ തീവ്രവാദി എന്നുള്ള ലുക്കിൽ ആൾക്കാർ നോക്കുന്ന അവസ്ഥയാണിത്. ഇനി ആ ചർച്ച ഇങ്ങനെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു പരിഹാരം കൊണ്ടാണ്. ഒരു സ്റ്റെപ്പ് നമ്മൾ എടുത്തു, പര്യാപ്തമല്ല. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. അത് സംഘടിതം, അത് പോയേ പറ്റൂ. കേരളീയ സമൂഹം ഇവരോടൊപ്പം നിൽക്കുകയാണ്. അവിടെ ഗവൺമെൻറ് കുറേ കൂടെ ശുഷ്കാന്തിയോട് ഇടപെടണം.
നിങ്ങളോട് പറയുന്നത് പൂട്ടിപ്പോകുന്നുള്ള ഭീഷണിയുമായിട്ട് നിൽക്കല്ലേ. കേരളത്തിൽ മിനിമം വേജ് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ നടത്തണ്ട. ഞങ്ങൾ പൂട്ടി മേടിച്ചത് അല്ല, അങ്ങനെ ഒരു സാഹചര്യം ഇല്ലല്ലോ. ഈ രാജ്യത്തെ ഒരു നിയമം മിനിമം വേജ് കൊടുക്കണം എന്നൊരു നിയമം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ബാധകമല്ല. ഞങ്ങൾ ബഡ്ജറ്റ് തയ്യാറാക്കിപ്പോയി. നിങ്ങളുടെ താരേലും പറഞ്ഞോ ബഡ്ജറ്റ് കുറച്ച് തയ്യാറാക്കാൻ. വിദ്യാഭ്യാസവും ആരോഗ്യവും ഈ രണ്ട് മേഖലയും നാം കണ്ടിട്ടുള്ള ഒരു പരിപാവനമായിട്ടുള്ള മേഖലയാണ്. സേവനത്തിന് കൂടുതൽ താല്പര്യം കൊടുക്കുന്ന മേഖലയാണ്. പക്ഷേ ഇതിനകത്തേക്ക് ലാഭ കണ്ണോടുകൂടി ഇതുപോലെ ചില ആളുകൾ കടന്നു വന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇതിനകത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഇത്രയേറെ പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതുകൊണ്ട് പീഡനം അനുഭവിച്ചുകൊണ്ട് ഒരിക്കലും ഇവർക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല. തീർച്ചയായും ഇവരുടെ ഈ സംഘടിത ശക്തിയെ കാണുമ്പോൾ വലിയ അഭിമാനം തോന്നുകയാണ്. തീർച്ചയായും യുവാക്കൾ സംഘടിതരാകേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് കേരള ഗവൺമെന്റ് ഒരു സമവായത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഈ മേഖലയും അതോടൊപ്പം തൊഴിലാളികളെയും കൂടി ചേർത്തുകൊണ്ട് വലിയ തരത്തിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് ഇവരുടെ പ്രശ്നങ്ങൾക്ക്, തൊഴിൽ രംഗത്തെ ചൂഷണത്തിന് ഇവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുവാൻ വേണ്ടിയുള്ള ശ്രമമാണ്. തീർച്ചയായും അതിനകത്ത് ഇടപെടാൻ കഴിയുന്ന എല്ലാ ക്രിയാത്മകമായ ഇടപെടലും യുവജന കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. എനിക്ക് വളരെ വേദനയോടെ പറയേണ്ട ഒരു കാര്യം, ഈ പ്രൈവറ്റ് ആശുപത്രി നടത്തുന്ന എല്ലാവരും ചൂഷണക്കാരാണ്. അവര് ഇത്ര അങ്ങനെ വന്ന് താഴ്ത്തി കെട്ടുന്ന ആ ഏർപ്പാട് എന്തായാലും അത് നല്ലതല്ല. ഞങ്ങൾ അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്, ഞങ്ങൾ അങ്ങനെയല്ല ചെയ്യുന്നത്. അങ്ങയുടെ മകളെ അങ്ങ് നഴ്സിംഗ് പഠിക്കാൻ വിടുമോ? നഴ്സിംഗ് കൊടുത്താൽ മതി. എന്തായാലും കേരളത്തിലെ നഴ്സുമാർ നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് സർക്കാർ അടിയന്തരമായ ഒരു ഇടപെടൽ നടത്തേണ്ട സമയമായിരിക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നല്ല നമസ്കാരം.